എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ ഞാനിപ്പോഴും പോകുന്നത് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. പെട്ടെന്ന് വന്നു പറഞ്ഞ് കയറി കയറി വന്നോ, കയറി കയറി. ഹാപ്പി വിഷു പറ, ഹാപ്പി വിഷു പറ. ഓക്കെ, വണ്ടീൻ്റെ നമ്പർ വേണ്ട കേട്ടോ, ആരെങ്കിലും വന്നിട്ട് തല്ലാൻ വേണ്ടിയിട്ടാ. അപ്പോൾ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് പിന്നെ ജലദുർഗ ക്ഷേത്രമാണ് കേട്ടോ. അതായത് പള്ളിക്കുന്ന് കാനത്തൂർ റോഡിലുള്ള ജലദുർഗ ക്ഷേത്രം. ഇവിടെയൊക്കെ ഇന്ന് നല്ല തിരക്കാന്ന് കേട്ടോ. എല്ലാം ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നാവ് ശ്രീ ജലദുർഗ ക്ഷേത്രം ഇതാണ്. ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ കണി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുച്ചിലോട്ട് കാവാണ്, പൊന്നാവ് മുച്ചിലോട്ട് കാവാണ്. ഇവിടെയും നല്ല ആൾക്കാരുണ്ട്. ഇന്ന് എല്ലാ അമ്പലത്തിലും നല്ല ഭക്തജന തിരക്ക് തന്നെയാണ്. ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കണി കണ്ടതിന് ശേഷം നേരെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലേക്കാണ് വരുന്നത്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്ന ഒരു കാഴ്ച. ഇനിയപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടിട്ടാണ് നമ്മൾ നേരെ ഇവിടെ നമ്മുടെ ഇത് ചെറക്കൽ രാജാസ് ഹൈസ്കൂൾ കേട്ടോ. ഒരുപാട് പ്രഗത്ഭർ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്കൂളാണ്. പിന്നെന്ന് പറഞ്ഞാൽ പേര് കേട്ട സ്കൂളാണ്. കാരണം ചെറക്കൽ ഭരണാധികാരികൾ, ചെറക്കൽ കോവിലകം ഇതിനൊക്കെ അടുത്തുള്ള സ്കൂളാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇനി ഇത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറയിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് കടലായി ചെറ, ഏഷ്യയിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ് കടലായി ചെറ. അപ്പോൾ ചെറയിലേക്ക് ഇപ്പം നല്ല നവീകരണ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഏതായാലും ആ ക്ലീനിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കാം. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് വെക്കുമായിരുന്നു. ഇനി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇവിടെ ഇത് കണ്ട കടലായി അമ്പലത്തിലെ തിരക്കാന്ന് ഈ കാണുന്നത് കേട്ടാ. ഇതെല്ലാം പാർക്കിംഗ് ആണ്. എന്താ ആൾക്കാർ എന്നറിയാം, നോക്കടാ. ഇവിടത്തം വരെ ഇങ്ങനെ വണ്ടി പാർക്കിംഗ് ആയി. ഇവിടെ നിന്ന് ഇനിയിപ്പോഴും വണ്ടി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുറേ ദൂരം നടക്കണം. നമ്മളിത് പിന്നെ 2 വീലർ ആയതുകൊണ്ട് കുഴപ്പമില്ല. പാവങ്ങളുടെ BMW അല്ലേ നമ്മളെ 2 വീലർ. അപ്പോൾ അതുകൊണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കാറിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നീ അവസ്ഥ ആലോചിച്ച് നോക്കിയായിട്ട് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേണം പിന്നീട് പോണ്ടിക്കില്ലായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ ഒരു 1.5 തിരക്ക് തന്നെയായിട്ടാ. ഇത് കണ്ടായിരുന്നു എവിടെ നോക്കിക്കഴിഞ്ഞാലും ബ്ലോക്കാണ്. അശാസ്ത്രീയമായിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. അത്രയും ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ പരമാവധി 4 വീലർ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്രയും ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പെട്ട് കിടക്കുന്ന പോലെയാണ്. അതായത് എല്ലാവരും വന്നിട്ട് അവിടെ പാർക്ക് ചെയ്ത് വന്ന് പിന്നെ അവർക്കെന്ന് പറഞ്ഞ് ഇത് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ്. കാരണം രാവിലെ കൊണ്ടുവന്ന് വെച്ച വണ്ടിയായിരിക്കുമായിരുന്നു. അതുകൊണ്ട് പരമാവധി എന്ന് പറഞ്ഞാൽ 2 വീലറോ ഇല്ലെങ്കിൽ പാർക്ക് ചെയ്യേണ്ട അങ്ങ് ചെറിയൻ്റെ അടുത്ത് ഏതെങ്കിലും പാർക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് തോന്നിട്ട് പോകാം. എൻ്റെ മക്കളെ കടലായി എത്തുമ്പോഴേക്ക് എന്തൊരു തിരക്കാണെന്നറിയാമായിരുന്നു. അവിടെ കാല് കുത്താനില്ല, സ്ഥലവും ഇല്ല. അത്രയും ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് പെട്ട പാടുണ്ടല്ലോ. എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വന്നതെന്നറിയാം. ഈ കാണുന്നൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറും കൊണ്ട് വന്നവരാണ് ഏറ്റവും കൂടുതൽ അവിടെ കഷ്ടപ്പെട്ടത്. കാരണം എന്താ അറിയാം, അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കാർ എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് വേണം നടക്കണ്ടെങ്കിൽ. നമ്മുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് അവിടത്തേക്ക് അങ്ങ് പറന്നിറങ്ങിയ പോലെയായി. ഏതായാലും ആ കവാടത്തിലൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് ആൾക്കാരുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട തുറക്കാൻ പോകുന്നേ ഉള്ളൂ. സോപാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്.
എൻ്റെ കൂടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയല്ലോ കൂടിയിട്ട് അമ്പലത്തിലേക്ക് കയറി. എനിക്കാണെങ്കിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളും അതുപോലെ റീലും ഇതൊക്കെ എടുക്കുന്ന തിരക്ക് തന്നെയാണ്. അകത്താരും അങ്ങനെ വീഡിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പുറത്ത് നോക്കുമ്പോഴേ എല്ലാവരും വീഡിയോസിൻ്റെ പുറകിൽ തന്നെയാണ്. പിന്നെ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ആ ചേട്ടനിൽ നിന്ന് നല്ല കച്ചവടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ആൾക്കാർ അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോഴും മുല്ലപ്പൂവെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആലിൻ്റെ കീഴിൽ ഒരുപാട് പേര് ആ തണൽ ഇങ്ങനെ പറ്റി നിൽക്കുമ്പോഴൊരു സുഖം തന്നെയാണ്. അവിടെയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. ഒരുപാട് ആൾക്കാർ നേരാന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പോകുന്നത്, അവിടുന്ന് റീലെടുക്കുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പരസ്യം കണ്ടു. മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പിന്നെ മട്ടന്നൂർ ശ്രീകാന്ത് അങ്ങനെയുള്ള അവരുടെയൊക്കെ തായമ്പക അവിടെ നടക്കുന്നതിൻ്റെ ഒരു ബോർഡാണ് നിങ്ങളിപ്പോഴും കണ്ടത്. അപ്പോൾ ആ തായമ്പക നടക്കുന്നതെന്ന് നമുക്ക് പോയിട്ട് വിശദമായിട്ടൊന്ന് ഷൂട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ഒരു ആഗ്രഹം. ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങളും കണ്ടിട്ട് വരാം. ഭയങ്കര തിരക്കാന്ന് കേട്ടോ. അനുഭവപ്പെടുത്ത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് നമ്മളെങ്ങനെയല്ലോ തൊഴുതിറങ്ങിയിട്ടാണ് ഉള്ള വഴി ഇതാണ് ചെറക്കൽ ചിറ. മനുഷ്യനിർമ്മിതമായിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ചിറ എന്നാണ് ഇതറിയപ്പെടുന്നത്, ചെറക്കൽ ചിറ. അതിനപ്പുറത്ത് കാണുന്നതാണ് ഈ ചെറക്കൽ കോവിലക എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇതിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങളും ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഒരുപാട് അമ്പലം, പിന്നെ എന്താ ഒരുപാട് അവിടെയൊക്കെ എന്ന് പറഞ്ഞ അമ്പലങ്ങളാണ് ആ കാണുന്നതൊക്കെ. പിന്നെ ഈ കോവിലകത്തിൻ്റെ ആ ഒരു ഇതാണത്, കടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചെറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളുടെ എന്നാൽ പാരമ്പര്യവും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതാണ്, പഴക്കങ്ങളെല്ലാം ഉള്ളതാണ്. ഇതിപ്പോൾ നവീകരിക്കുകയാണ്. ഇതാണ് കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. കടലായി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം അവിടുന്ന്. പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പണ്ട് ഇത്ര ക്ലിയർ ഇല്ലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും നവീകരിച്ചാണ്. നവീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു നല്ല ഒരു എന്താ പറയുക കാണാൻ ഉള്ള ഇതാണ് മ്യൂസിയം കേട്ടോ. ഇത് മ്യൂസിയമാണ്. ഇത് ഇപ്പം തുറന്നിട്ടില്ല, 10 മണിയാവും. ചിലപ്പോൾ ഇന്ന് ലീവായിരിക്കും, ഇന്ന് വിഷു അല്ലേ, അതുകൊണ്ട്. അങ്ങനെ നമ്മൾ കടലായി അമ്പലവും ഒരുപാട് അമ്പലങ്ങൾ ഇങ്ങനെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറ. ആ